എല്ലാ പള്ളികൾക്കൊപ്പം വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്നെങ്ങാനും നമ്മുടെ പെരുന്തോട്ടം പിതാവ് ആരെങ്കിലും അങ്ങോട്ട് കൽപ്പന പുറപ്പെടുവിച്ചാൽ പള്ളിക്കാരെല്ലാം ഓടി വന്ന് പറയും പിതാവിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. കാരണം പള്ളി അതിങ്ങനെ പണിത് അതിൻ്റെ മണ്ടയ്ക്ക് കുരിശ് അതിൻ്റെ മണ്ടയ്ക്ക് സ്വർണ്ണത്തെ പണിയാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആളുകൾ. ഞങ്ങൾ ഈ സൂപ്പിയിലൊന്നുമില്ല. ബിഷപ്പ് ഹൗസിൽ വന്ന് വൈകിട്ട് കഞ്ഞിയും കുടിച്ചേച്ച് ബിഷപ്പുമാരെ എല്ലാം കണ്ട് സോപ്പിട്ടേച്ച് ഒട്ടും മേടിച്ചു പോകുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുള്ള കാര്യം ഉള്ളതൊക്കെ പറയും. മനസ്സിൽ ഞാൻ പറഞ്ഞു കർത്താവ് ഈ പള്ളിക്കകത്ത് കാണത്തില്ല, ഉറപ്പായിട്ടും ഈ എയർ കണ്ടീഷൻ വന്നുകൊണ്ട് തന്നെ അത് ഇറങ്ങിപ്പോയി കാണുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ പറയാൻ പറ്റത്തില്ല, 10 വോട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാൻ പോയില്ല, കാരണം അത് വിവാദമാകുമല്ലോ. നമസ്കാരം. നമുക്കറിയാം, ഈ അടുത്തിടെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ചെറിയ വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില തെറ്റായ പരാമർശങ്ങളാണ് അതിലേക്ക് നയിച്ചത്. പല ക്രൈസ്തവ സംഘടനകളും ഇതിനെതിരെ ശബ്ദമുയർത്തുകയും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ തന്റെ മോശം പരാമർശങ്ങൾ പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ കൈനകരിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അദ്ദേഹം നൽകിയ ചില വെളിപ്പെടുത്തലുകൾ തരംഗമാവുകയാണ്. ഇത് മുഴുവനും കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ തന്നെ വിലയിരുത്തുക, പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമുള്ളതാണോ എന്ന്. കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയ അത് നിരവധി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു പ്രക്രിയയാണ്. ആ നവോത്ഥാന പ്രക്രിയയിൽ ശ്രദ്ധേയമായ നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാളായിരുന്നു ചാവറേച്ചൻ. ആ കാലയളവിനെ പറ്റിയൊന്നും ഞാനിവിടെ ഇപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടലും ജാതി വിവേചനവും വിദ്യാഭ്യാസം നിഷേധിക്കലും സാമൂഹ്യ അസമത്വങ്ങളും മനുഷ്യനെ മൃഗത്തെക്കാൾ നീചമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലയളവിൻ്റെ പേരാണ്, അതിനെതിരായി ഉയർന്ന പ്രക്ഷോഭണത്തിൻ്റെ പേരാണ് നവോത്ഥാനം. ഇതായിരുന്നു ചാവറയച്ചൻ്റെ ഏറ്റവും വലിയ മഹത്തായ സംഭാവനയെ ഞാൻ കാണുന്നു. രണ്ടാമത്തെ കാര്യം, സീറോ മലബാർ കത്തോലിക്ക സഭയിലെ CMI സന്യാസി സഭയുടെ സ്ഥാപകൻ, ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്നു അദ്ദേഹം. ഞാൻ ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ബിജു അച്ഛനോട് ഞാൻ ചോദിച്ചു, CMIക്ക് എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു 600ഓളം സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളെ പ്രവർത്തിക്കുന്നു. അപ്പം അച്ഛനോട് പറഞ്ഞു, തൊട്ടപ്പുറത്തിരിക്കുന്ന മദർ ആനി പ്രസന്ന മദർ, അവരുടെ ഒരു സംഘടനയുണ്ട്, അത് CMC ആണ്, അതും ഉണ്ടാക്കിയത് ചാവറേച്ചനാണ്. അപ്പോൾ മദറിനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ അവിടെ ഇനി സ്ഥാപനങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അത് എണ്ണാൻ പറ്റത്തില്ല, അത്രയും സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എണ്ണാൻ പറ്റത്തില്ലെങ്കിലും ആണുങ്ങളെക്കാൾ കൂടുതലായിട്ട് എഴുതുന്നത് ശരിയല്ലല്ലോ. ആണുങ്ങൾ പ്രവർത്തിക്കുമ്പോൾ 600 എന്ന് പറയുമ്പോൾ 700 പറയാൻ പറ്റത്തില്ല. ഞാൻ 600 തന്നെ എഴുതി വെച്ചു. സിസ്റ്റർ പറയുന്നത് അതല്ല, അതിൽ കൂടുതൽ. അപ്പോൾ പുരുഷ മേധാവിത്വത്തെക്കാൾ മേളിലാണ് സ്ത്രീ മേധാവിത്വം സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനങ്ങൾ. എന്താ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ലോകത്ത് കാണുമോ? ചാവറയച്ചൻ ഈ ചില കൈകൾ പൊരിക്കുമെന്ന് പറയും, ചില ചുമ്മാതെ പൊരിക്കത്തില്ല, ചില നന്മയുള്ള കൈകളെ പൊരിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത്രയും നന്മയുള്ള ഒരു ഹൃദയം, നന്മയുള്ള ഒരു കൈ ഈ കേരളത്തിൽ എടുത്തു പരിശോധിച്ചാൽ ഒന്നാമത്തെ നന്മയുടെ പ്രതീകമായിരിക്കും ചാവറേച്ചൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് അടിക്കടി ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉയരുന്നത്. ഇനി പുതിയത് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ബിജു അച്ഛൻ വീണ്ടും പറഞ്ഞു, പിന്നെ ഇപ്പോൾ ഉള്ള കോളേജിൻ്റെ അന്തരീക്ഷത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്നോട് പറഞ്ഞു. അപ്പോൾ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച CMI CMC സന്യാസി സഭയുടെ അതിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ, ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഈ സ്ഥാപനങ്ങളിലൂടെ എത്രയോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, ഒരു ചെറിയ കാര്യമല്ലോ ആണ്, വിദ്യാഭ്യാസം ലഭിക്കുന്നു, ചാരിറ്റി, എന്തെല്ലാം പ്രവൃത്തികളാണ് ഈ സ്ഥാപനം വഴി സമൂഹത്തിന് ലഭ്യമാക്കുന്ന, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ലഭ്യമാക്കുന്നതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. സാധാരണ ഒരു ക്രിസ്തീയ പുരോഹിതനായി മാത്രം ഞാൻ ചാവറേച്ചനെ കാണുന്നില്ല. എന്നുവെച്ചാൽ ക്രിസ്ത്യാനിയുടെ കാര്യം മാത്രം നോക്കി ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച ഒരു പിതാവല്ല ചാവറേച്ചൻ.
സത്യത്തിൽ നാടിൻ്റെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. സഭയ്ക്കുള്ളിലും സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഈ വ്യത്യാസമില്ല. ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ ഒരു ക്രമമുണ്ട്. അത് ഓരോ സഭയ്ക്കും ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ നിലനിന്ന വിവേചനങ്ങൾക്കോ അല്ലെങ്കിൽ കുറവുകൾക്കോ കൂടി പരിഹാരം കാണാൻ കഴിഞ്ഞ ഒരു സമുദായ പരിഷ്കർത്താവ് കൂടിയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ രംഗത്തും ചെയ്തതുപോലെ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവും ഒപ്പം സമുദായ പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹം. 1829 അദ്ദേഹം പുരോഹിതനായി ചേന്നങ്കേരി പള്ളിയിലാണ് ആദ്യമായി കുർബാന അർപ്പിച്ചത്. 1830 അച്ഛൻ മാന്നാനത്തേക്ക് പോയി. അച്ഛൻ്റെ പ്രധാനപ്പെട്ട കർമ്മമണ്ഡലം ഇപ്പോൾ കോട്ടയം ജില്ലയിലുള്ള മാന്നാനം എന്ന ഗ്രാമത്തിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു സാമൂഹിക പരിഷ്കർത്താവിന് നൽകേണ്ട ഒരു പരിഗണന അദ്ദേഹത്തിന് ആരും കൊടുത്തില്ല. എന്നാൽ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട അവിടുത്തെ MLA മന്ത്രിയുമായ ശ്രീ വാസവൻ, VN വാസവൻ എനിക്കൊരു കത്ത് തന്നു. ആ കത്ത് മാന്നാനത്ത് ചാവറയച്ചൻ്റെ നാമധേയത്തിൽ ഒരു സംരംഭം, ഒരു ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്മാരകം ഉണ്ടാകണം. എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ആർക്കും ചാവറയച്ചന് വേണ്ടി ഒരു സ്മാരകം ഒരുക്കാൻ കഴിഞ്ഞില്ലല്ലോ. സഭ ഒരുക്കിയിട്ടുണ്ട്, സഭ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്, അത് പോരായല്ലോ. ഗവൺമെന്റ് ചെയ്യണമല്ലോ, സമൂഹമാണല്ലോ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് സാംസ്കാരിക വകുപ്പ് ബഡ്ജറ്റിലൂടെ 1 കോടി രൂപ അതിന് ആദ്യഘട്ടത്തിൽ അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നു വരികയാണ്. ഇനിയും അതിനാവശ്യമായ പണം സർക്കാർ അവിടെ കൊടുക്കും. ചാവറയച്ചൻ്റെ ഓർമ്മപ്പെടുത്തൽ സ്മാരകം അവിടെ നിർമ്മിക്കാൻ വലിയൊരു പദ്ധതിയാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിനെല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചെയ്യുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഞാൻ വീണ്ടും ബിജുവച്ചനോട് ചോദിച്ചു, അച്ഛാ ഈ ജന്മഗ്രഹം നിൽക്കുന്ന സ്ഥലം എന്താ അച്ഛാ ഇത്രയും ഒന്ന് മെച്ചപ്പെടാതെ പോയത്? അപ്പം അച്ഛൻ പറഞ്ഞില്ല, ചെയ്യുന്നുണ്ട്, ഇതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്, വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനിച്ച സ്ഥലത്തിലാണ് കൂടുതൽ പ്രാധാന്യം വരേണ്ടത്. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് നമ്മൾ പിന്നിപ്പോയി. കാരണം ചാവറയച്ചൻ്റെ സ്മാരകം ഇവിടെ നിൽക്കുമ്പോൾ, ഉയരുമ്പോൾ 10,000-കണക്കിന് തീർത്ഥാടകർ ഈ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഉണ്ടാകുന്ന മാറ്റം, എല്ലാ രംഗത്തും മാറ്റം വരും. വിദ്യാഭ്യാസ രംഗത്ത്, പിന്നെ ആരോഗ്യ രംഗത്ത്, എല്ലാ മേഖലയിലും വലിയൊരു ചലനം സംഭവം എന്തായാലും ഇപ്പോൾ തീരും. ഒരു മെയിൻ റോഡിലൂടെ തീർത്താൽ ഇത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്ര നിലയിൽ പ്രാധാന്യം വർദ്ധിക്കും. അപ്പോൾ ബിജുവച്ചൻ പറഞ്ഞു, ഇവിടെയുള്ള ഒരു പ്രശ്നം വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കൈനഗിരി വെള്ളം കയറിയില്ല പിന്നെ കൈനഗിരിക്കാരല്ലല്ലോ, എപ്പോഴും വെള്ളം കയറി, എപ്പോഴും വെള്ളം കയറണം. കയറിയില്ലേ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം കാണത്തില്ല. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് സഭ CMI എന്ന നിലയിൽ നിങ്ങൾ മുൻകൈ എടുക്കണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഡെവലപ്മെന്റ് സഭയും റോഡ് വികസനം സർക്കാരും ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സാംസ്കാരിക നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇവിടെ അനിവാര്യമാണ്. സർക്കാർ അതും ആലോചിക്കുമെന്ന കാര്യം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം, ജാതിമത ഭേദമന്യേ സമൂഹത്തെ നയിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് പാവപ്പെട്ട ദളിത്, പിന്നോക്ക അടക്കമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഭക്ഷണം, വിദ്യാഭ്യാസം ഒക്കെ നൽകാൻ മുൻകൈയെടുത്ത ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു അത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി എന്ന ഒരു പദ്ധതി. ഉച്ചക്കഞ്ഞിയൊക്കെ ഇപ്പം നമ്മൾ വലിയ സന്തോഷത്തോടെ നടത്തുന്നെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചാവറയച്ചൻ ഉച്ചക്കഞ്ഞി പദ്ധതി കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നടപ്പാക്കി. പിടിയരി സമ്പ്രദായമാണ് അദ്ദേഹം ഏർപ്പെടുത്തിയത്. ഓരോ നേരവും ഭക്ഷണത്തിനുള്ള അരി അളന്ന് പാത്രത്തിലിടുമ്പോൾ ഒരു പിടി മറ്റൊരു പാത്രത്തിൽ സൂക്ഷിക്കാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു.
ഇത് നമ്മൾ വർത്തമാനകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണം ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കി ആവശ്യത്തിൽ കൂടുതൽ കളയുന്ന ഒരു നാട്ടിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ കഷ്ടപ്പെട്ട പൂർവികന്മാരുടെ തലമുറയിൽപ്പെട്ടവരാണ് നമ്മളൊന്ന് മറന്നു പോകരുത്. ആ കാലത്ത് ഒരു പിടി അരി സൂക്ഷിച്ച് കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി മുൻകൈയെടുത്ത മഹാനായ വ്യക്തിയായിരുന്നു ചാവറയച്ചൻ. ഇങ്ങനെ സൂക്ഷിക്കുന്ന അരി ആഴ്ചയിൽ ഒരിക്കൽ ആശ്രമത്തിലെത്തിച്ച് അത് വിദ്യാർത്ഥികൾക്ക് നൽകി അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ജനങ്ങളെ ഇതിന് പ്രേരിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. എല്ലാ ഇടവകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യ നൽകുന്നതിനും അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. 1864 വികാരി ജനറൽ ആയിരിക്കവേ അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു, നമ്മുടെ ജെയിംസ് അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒറ്റ ഡയസിസ് ആണ്, ഇന്നത്തെ പോലെ പല ഡയസിസ് അല്ല. തൊരിക്കാ സഭയുടെ മൊത്തത്തിൽ ഉള്ള വികാരി ജനറൽ എന്ന് പറഞ്ഞാൽ വലിയ പവർഫുൾ പോസ്റ്റാണ്. അങ്ങനെ ഒരു വലിയൊരു അധികാരത്തിലിരുന്ന ഒരു അധികാരി എന്ന നിലയിൽ വികാരി ജനറലായി പ്രവർത്തിച്ചു. അന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം, എല്ലാ പള്ളികൾക്കൊപ്പം വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്നെങ്ങാനും നമ്മുടെ പെരുന്തോട്ടം പിതാവ് ആരെങ്കിലും അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചാൽ പള്ളിക്കാരെല്ലാം ഓടി വന്ന് പറയും പിതാവിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. കാരണം പള്ളി അതിങ്ങനെ പണിത് അതിൻ്റെ മണ്ടയ്ക്ക് കുരിശ് അതിൻ്റെ മണ്ടയ്ക്ക് സ്വർണ്ണത്തെ പണിയാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആളുകൾ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പള്ളിയിൽ ഇതുപോലെ പരിപാടിക്ക് വന്നപ്പോൾ അവിടുത്തെ അച്ഛൻ എൻ്റെ കൈ പിടിച്ചോട്ട് ഒറ്റ ഓടി. ഞാൻ ചച്ച എന്താ ഓടുന്നതെന്ന് ചോദിച്ചു. പള്ളി ഒന്ന് കാണാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പള്ളിയകത്ത് കാണാം. അച്ഛൻ്റെ സന്തോഷം എയർ കണ്ടീഷന് പള്ളി എന്നെ കാണിക്കാൻ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയത്. മനസ്സിൽ ഞാൻ പറഞ്ഞു കർത്താവ് ഈ പള്ളിക്കകത്ത് കാണത്തില്ല, ഉറപ്പായിട്ടും ഈ എയർ കണ്ടീഷൻ വന്നുകൊണ്ട് തന്നെ അത് ഇറങ്ങിപ്പോയി കാണുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ പറയാൻ പറ്റത്തില്ല, 10 വോട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാൻ പോയില്ല, കാരണം അത് വിവാദമാകുമല്ലോ. അപ്പൊ എയർ കണ്ടീഷൻ പള്ളി പണിയുന്ന കാലത്ത് ഇന്ന് ഏതെങ്കിലും ഒരു സഭാ നേതൃത്വത്തിന് ധൈര്യത്തോട് പറയാൻ പറ്റുമോ നിങ്ങളുടെ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടെ പണിയണം? ഇപ്പൊ വിശ്വാസ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാ പള്ളികളോടൊപ്പം പള്ളിക്കൂടം വേണം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ നോക്കൂ, കേരളത്തിലെ സഭകളുടെ എല്ലാ പള്ളികളോടും ചേർന്ന് സ്കൂളുകളുണ്ട്. ഇപ്പം ആ സ്കൂളൊന്നും മെച്ചപ്പെട്ട് നടത്താൻ വേണ്ടി പലർക്കും താല്പര്യമില്ല. അതൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വേണേ നടന്നാൽ മതി എന്ന ചിന്തയാണ്. അങ്ങനെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സ്കൂളുകളിലേക്ക് എല്ലാവർക്കും എത്തിച്ചേർന്ന് പഠിക്കാൻ, സങ്കുചിത ചിന്തകൾക്കപ്പുറം എല്ലാവരെയും ഒരുമിപ്പിച്ചിരുത്തി പഠിപ്പിക്കാൻ കഴിഞ്ഞ ഒരു കാലം കേരളത്തിൽ സൃഷ്ടിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത് എന്ന് വളരെ അഭിമാനത്തോടെ തന്നെ പറയാൻ നമുക്ക് കഴിയും. അപ്പൊ അന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് ഒരു പക്ഷേ ഒരു വിപ്ലവം, ഒരു തീരുമാനം കേരളത്തിൽ എടുത്ത ആളായിരുന്നു ചാവറയച്ചൻ. സാംസ്കാരിക മേഖലയിലും അദ്ദേഹം ഗണ്യമായ സംഭാവനകൾ നൽകി. കോട്ടയത്ത് മാന്താനത്തൊരു മുദ്രണാലയം അദ്ദേഹം സ്ഥാപിച്ചു. നസ്രാണി ദീപിക എന്ന പേരിൽ ഇറങ്ങിയ പത്രം അച്ചടിച്ചത് മാന്താനം സെന്റ് ജോസഫ് പ്രസ് എന്ന ഈ മുദ്രണശാലയിലായിരുന്നു. 1871 ജനുവരി 3 കൂനമാവിൽ വെച്ച് അന്തരിച്ചു. 86 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ കോട്ടയത്ത് വെച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. ആ വിശുദ്ധൻ്റെ ജന്മമണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതും ആ വിശുദ്ധൻ്റെ നന്മ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഈ സൂപ്പിയിലൊന്നുമില്ല. ബിഷപ്പ് ഹൗസിൽ വന്ന് വൈകിട്ട് കഞ്ഞിയും കുടിച്ചേച്ച് ബിഷപ്പുമാരെ എല്ലാം കണ്ട് സോപ്പിട്ടേച്ച് ഒട്ടും മേടിച്ചു പോകുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുള്ള കാര്യം ഉള്ളവരൊക്കെ പറയും. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ അവരോടൊക്കെ ഭയങ്കര ആരാധനയും സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഞങ്ങൾ ഈ അച്ഛന്മാരെയൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നവരാണ്. ഈ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. കാരണം അവർ വിലപ്പെട്ട സേവനങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. അവരുടെ ജീവിതം സമൂഹത്തിന് സമർപ്പിച്ചവരാണ്. അവരുടെ മുമ്പിൽ പോയിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെയൊന്ന് സൂപ്പിച്ച് 4 വോട്ടിൻ്റെ ഒരാവശ്യം ഞങ്ങൾക്കില്ല. അങ്ങനെ മേടിക്കാൻ പോകാറില്ല. പറയാനുള്ളത് ഞങ്ങൾ പറയും, അത് ധൈര്യമായിട്ട് പറയും. പക്ഷേ ആരേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായി വിശ്വസ്തയോടെ നിങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കാം. അതിൻ്റെ ഭാഗമായി ചാവറയച്ചൻ്റെ ഈ തീർത്ഥാടന ജന്മഗൃഹം ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നവീകരിക്കാൻ കഴിയട്ടെ. അതിന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടാകട്ടെ.